10 ദിവസം ഉപ്പിലിട്ട് വെച്ച് 10 മണിക്കൂർ പുകച്ചെടുത്തിട്ടുള്ള ബീഫിന്റെ ബ്രിസ്ക്കറ്റ്. അതിനെ പറയുന്ന പേരാണ് പാസ്റാമി. ഈ പാസ്റാമി ഉപയോഗിച്ചിട്ട് ഒരു റൂബൻ സാൻഡ്വിച്ച്, അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാൻ റെഡി. ഇവിടെ നമ്മുടെ പാസ്റാമി ഇവിടെ ഞാൻ പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ 10 ദിവസത്തോളം നമുക്ക് ക്യൂർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പാസ്റാമിനെ ഒരു 6 ദിവസം കൊണ്ട് തീർക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പ്രസവവും കാര്യങ്ങളൊക്കെ വന്ന കാരണം പാസ്റാമി ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് പാഴ്സലായിരുന്നു. ഓക്കെ, പാസ്റാമി നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഈ കപ്പലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പാസ്റാമി ആണ്. നീ കണ്ടിട്ടുണ്ടോ? ആ, പല്ലിൻ്റെ ഇടയിൽ ഇറച്ചി കളഞ്ഞതല്ലേ ഞാൻ ഓക്കെ. അപ്പോൾ ഇത് ആക്ച്വലി റൊമാനിയൻ ഡിഷാണ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ഈ ഗോവൻ ഡിഷില്ലേ, എന്തിനാ പറയുക, വിന്തലു. ഈ വിന്തലൊക്കെ ഇവർ പണ്ട് പോർച്ചുഗീസുകാരൊക്കെ വരുന്ന സമയത്ത് മീറ്റിനെ ക്യൂർ ചെയ്യും. ഈ പന്നിയിറച്ചീനെ ഉപ്പിലും വിനെഗിരിയിലൊക്കെ ഇട്ടിട്ട് പ്രിസർവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണ കറി നമ്മുടെ കറിയാക്കി മാറ്റിയപ്പോഴാണ് വിന്തലുവിന് പുളിയും ഉപ്പൊക്കെ ആയിട്ടുള്ള ടേസ്റ്റ് വന്നത്. ഇപ്പം നമ്മൾ വിനെഗിരി ചുമ്മാ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്തിട്ട് വിന്തലു ആക്കി മാറ്റാണ്. അപ്പോൾ അതുപോലെ ബ്രിസ്ക്കറ്റ് പോലെയുള്ള മീറ്റിനെ പണ്ട് ബ്രിസ്ക്കറ്റ് അല്ലായിരുന്നു, ശരിക്കും മട്ടണായിരുന്നു. നമ്മുടെ ഷീപ്പ് മൂത്ത മട്ടൺ കുറച്ച് ടെൻഡർ ആവാനൊക്കെ ആയിട്ടും പ്രിസർവ് ചെയ്യാനായിട്ടും ഇവരെന്ത് ചെയ്യിച്ചെങ്കിൽ ഉപ്പ് വെള്ളത്തിലും കുറച്ച് മാരിനേഷൻ കുറച്ച് ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെ എടുത്തു വെച്ചിട്ട് അതിനെ ഇവർ സ്മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ ഈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കണ സാൻഡ്വിച്ച് ആയിരുന്നു. അല്ല വെച്ചെങ്കിൽ താറാവ്, ഗൂസ്, ഇതൊക്കെയാണ് റൊമാനിയൻസ്. ഈ റൊമാനിയൻസ് പിന്നീട് ജൂയിഷ് ആളുകൾ അമേരിക്കയിലേക്ക് പോയ സമയത്ത് ഈ ഫുഡ് അവിടെ കൊണ്ടുപോയി. അമേരിക്കൻസിന് ഈ ബ്രിസ്ക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൂക്കാടാണല്ലോ. അപ്പോൾ അവരെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മട്ടണിന് പകരം ബ്രിസ്ക്കറ്റ് എടുത്ത് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാൻഡ്വിച്ചാണ് ശരിക്കും റൂബൻ സാൻഡ്വിച്ച് അല്ലെങ്കിൽ പാസ്റാമി. ശരിക്കും ഇതിനെ പാസ്റാമ എന്നാണ് പറയാ. റാമ, പാസ്റാമ. 6 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സിനിമയിൽ കണ്ടിട്ടില്ലേ? ദേ ഇപ്പം നമ്മുടെ ഈ 2 വെള്ളി കണ്ടമാനം വരുന്നു. ടെൻഷനായ കാരണമാണോ കൂടുതൽ അല്ലേ? പിള്ളേരൊക്കെ ഉണ്ടാവണേ അല്ലേ? ദേ ബീഫ് ബ്രിസ്ക്കറ്റ് അല്ലേ? ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇനി ബീഫ് ബ്രിസ്ക്കറ്റ് കട്ട് എന്ന് പറയുന്നത് പശു ഇങ്ങനെ നിൽക്കുമല്ലോ, അല്ലെങ്കിൽ മൂരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കഴുത്തിൻ്റെ കൂടെ ഒരു ബോട്ടിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഒരു ഭാഗം കണ്ടിട്ടില്ല, ഇങ്ങനെ കൂമ്പത്, അതിൻ്റെ ഇടത്തെ സൈഡും വലത്തെ സൈഡും അവിടെ നിന്ന് ഇങ്ങനെ കിഴിച്ചെടുക്കേണ്ടതാണ് കേട്ടോ ബീഫ് ബ്രിസ്ക്കറ്റ്. നമ്മൾ ഹണ്ട് ചെയ്യണ സമയത്തൊക്കെ ഞങ്ങൾ ആ ബീഫ് ബ്രിസ്ക്കറ്റ് അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള അതിൻ്റെ ഉദാര മനസ്കതയെ സുപ്പീരിയർ മൊറാലിറ്റി പീപ്പിൾ ആക്ച്വലി നെവർ ലെറ്റ് മീ ഷോ ദിസ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഹൃദയം തകരുന്നു പറഞ്ഞിട്ടേ, അതായത് ഗ്രാഫിക് കണ്ടന്റ് ആണെന്നാണ് പറയണേ. പക്ഷേ കോടിക്കണക്കിന് ചിപ്സും മറ്റുള്ള ജ്യൂസുകളും ഒക്കെ പരസ്യം കാണിച്ചിട്ട് അഡിക്ഷനാക്കി കുട്ടികളെ കുടിപ്പിക്കുന്നതിൽ നെഞ്ഞുവേദനയില്ലാത്ത ഒരു പ്രത്യേക സമൂഹമാണ് ഇന്നത്തെ കാലത്തെ സമൂഹം കേട്ടോ. എനിവേ, ബീഫ് ബ്രിസ്ക്കറ്റ് ഇവിടെ ഉണ്ട്. ഏതാണ്ട് 3-3.5 കിലോ തൂക്കമുള്ള നല്ല അടിപൊളി ബ്രിസ്ക്കറ്റാണ്. ഇതിനെ നമുക്ക് ബ്രൈൻ ചെയ്യണം. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സിനമൺ, പെപ്പർ, പിന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 40 ഗ്രാം ഉപ്പ്, 30 ഗ്രാം ബ്രൗൺ ഷുഗർ ഇട്ടാ, നത്തിങ് എൽസ്. അതാണ് ഇന്നത്തെ കുൽസിതങ്ങൾ. അപ്പോൾ അതേ 1 ലിറ്റർ ബ്രൈൻ വാട്ടർ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാന്ന് പറയുമ്പോൾ അതിലുള്ള മാക്സിമം മൈക്രോബ്സിനെ നമ്മൾ കളയുക. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട്. തണുക്കണം കേട്ടോ. തണുത്തിട്ട് വേണം നമുക്ക് ഇതിനെ ക്യൂറിങ് ലിക്വിഡായിട്ട് ഉപയോഗിച്ചിട്ട് ഞാനൊരു വാക്വം ബാക്കിനകത്താണ് പാക്ക് ചെയ്യണത്. ഓക്കെ, കുറച്ചും കൂടി ഈസിയാണ്. അത് മാത്രമല്ല ക്രോസ് കണ്ടാമിനേഷൻ നമുക്ക് കുറയ്ക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതല്ല വെച്ചെങ്കിൽ ഇതുപോലത്തെ ഒരു ട്രാക്കകത്ത് നമുക്ക് മീറ്റ് എടുത്ത് വെച്ചിട്ട് ബ്രൈൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇതിന് കവർ ചെയ്തിട്ട് വയ്ക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ കുറച്ചധികം ബ്രൈൻ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 കിലോ ബിസ്ക്കറ്റിനൊക്കെ 4 ലിറ്റർ 5 ലിറ്റർ ബ്രൈൻ ചെയ്യേണ്ടി വരും കേട്ടോ. കണ്ടാ ഇപ്പം കണ്ടാ ഇതിൽ ബ്രൈൻ നല്ല സൂപ്പറായിട്ട് ഇപ്പം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് ആവില്ല. കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ബ്രൈൻ ആവും ചെയ്തു. നമുക്ക് ഓവർ ബ്രൈൻ വേസ്റ്റ് ആവണില്ല. ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കില്ല. എന്തിരുന്നാലും നമുക്ക് മറ്റേ പാത്രത്തിലേക്കായിട്ട് തന്നെ വെക്കാം. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിവേ there we go. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു 5 to 6 days അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സ്മോക്ക് ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രിസ്ക്കറ്റ് ശരിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ 25-ാം തീയതി, അതായത് ഈ ബുധനാഴ്ചയായിരുന്നു. അത് കാരണം അതിற்கு മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത്
അതിന് മുന്നേയുള്ള ബുധനാഴ്ച മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് എത്രാം തീയതി ആയിരിക്കും, 17-ാം തീയതി മാരിനേറ്റ് ചെയ്ത് വെച്ചതാ. ഇപ്പോൾ പിറ്റത്തെ വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ 28-ാം തീയതി ആയിട്ടുണ്ട്. അതിനിടയിൽ സമയം കിട്ടിയില്ല കേട്ടാ. ഇപ്പോഴാണ് ഗോൾഡ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രിസ്ക്കറ്റിനെ നമുക്ക് എടുത്തിട്ട് ഈ വെള്ളമല്ല, അതായത് ഈ മാരിനേഷൻ അല്ലെങ്കിൽ ബ്രൈൻ കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ തുറന്നു വയ്ക്കുകയാണ്. നാളെ ഇതിനെ നമുക്ക് കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ നിരങ്ങി വലിഞ്ഞ് നീണ്ടു നിവർന്ന് 10-ാം ദിവസത്തിലേക്ക് എത്തി. നമ്മുടെ ബ്രിസ്ക്കറ്റ് ഉണങ്ങി ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ആക്ച്വലി രാത്രി ഈ ഫ്രിഡ്ജിനകത്ത് തുറന്നു വെച്ചത്. അല്ലെങ്കിൽ മൊത്തം ഇതിൻ്റെ മുകളിൽ വെള്ളവും ഗൂയൊക്കെ ആയിട്ട് ഇരിക്കും. നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതിന് 2 സൈഡില്ലേ, കണ്ട, ഇത് ബാക്ക് സൈഡ് ഇവിടെ കണ്ട അവർ കത്തിയൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട്, അതല്ലെങ്കിൽ ടോപ്പ് സൈഡ് വരുന്ന ഭാഗമാണിത്. ഇവിടെ മാത്രമാണ് കേട്ടോ ഞാൻ മാരിനേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മാരിനേഷൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിക്കാനായിട്ട് ഒരു ലേശം മസ്റ്റർഡ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ 2 പിള്ളേർ അപ്പിയിട്ട പോലെ ഉണ്ട് അല്ലേ? അല്ല, അവറ്റങ്ങളുടെ അപ്പിയിൽ പക്ഷെ പരിപ്പും കഷ്ണം പോലൊരു സാധനം ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ വീണ്ടും ഓർമ്മ വരും കൊണ്ടേ, പണ്ട് പ്രിങ്ങുവിൻ്റെ സമയത്തെ കാര്യങ്ങളൊക്കെ പോലെ അല്ലേ. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ മുകളിലിടാനുള്ള മസാല സ്പൈസ് കൂട്ടുണ്ടാക്കണം കേട്ടോ. അതിന് കുറച്ച് ബ്രൗൺ ഷുഗർ, നമ്മുടെ മുളക് പൊടി, കുറച്ച് സ്പൈസി മുളക് പൊടി കേട്ടോ, എരിവുള്ള മുളക് പൊടി, കുറച്ച് സ്വീറ്റ് പാപ്രിക്ക. കുറേ കാലമായി നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പാപ്രിക്ക ഇടുന്ന കണ്ടിട്ടില്ലേ. കോസ്ലി ഗ്രൗണ്ടഡ് കൊറിയാണ്ടർ, മല്ലി ഇടിച്ചത്, ഹുറുമുളക് പൊടി, ഓൾ കോർസി കേട്ടോ, കോർസി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇഞ്ചിപ്പൊടി, ഗാർലിക് പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർക്കണില്ല. ഓക്കെ, നൗ സ്പൈസസ് ഓൺ ടോപ്പ്. ബ്യൂട്ടിഫുൾ. ഞാൻ ഇതിൻ്റെ അടിവശത്ത് സ്പൈസസ് ചേർക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യണ സമയത്ത് അടി കണ്ടമാനം കരിയും കേട്ടോ. അത് കാരണമാണ് അടിയിൽ സ്പൈസസ് ചേർക്കാത്തത്. ഓക്കെ, ഇത് നമ്മുടെ സ്പൈസസ് ശരിയായി ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മോക്കറില്ലേ, ഏത് കൈൻഡ് ഓഫ് സ്മോക്കർ, ഞാൻ നിങ്ങൾക്ക് സ്മോക്കർ എങ്ങനെയാണ് നാട്ടിൽ ഇന്നും ഇപ്പോൾ നാട്ടിൽ സ്മോക്കറൊക്കെ നല്ലത് കിട്ടാണ്ട് കേട്ടോ. സ്മോക്കറിൻ്റെ അകത്ത് ഈ സംഭവത്തിന് ഏതാണ്ട് 110 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഏതാണ്ട് 6 മണിക്കൂർ നേരമാണ് കേട്ടോ വേവിക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ 6 മണിക്കൂർ ഇവൻ നമ്മുടെ സ്മോക്കറിൻ്റെ അകത്ത് ഇരിക്കട്ടെ. ഫോക്കസ് എടുക്കാനായിട്ട് സ്പീക്കർ കയറ്റി വെച്ചതാ. ഗോൾഡ് ആശുപത്രിയിലാണ്, വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് 1 മാൻ ഷോയാണ് കേട്ടോ. ഇവിടെ ആരുമില്ല. ഇവിടെ ഞാൻ എൻ്റെ മെയിൻ ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് കറക്റ്റായിട്ട് ഫോക്കസായി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മറ്റേ ക്യാമറ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രിസ്ക്കറ്റ് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. ഞാൻ ഈ ക്യാമറ ഒന്ന് തിരിച്ച് നോക്കട്ടെ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണമല്ലോ അല്ലേ? കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി ഫോക്കസ് കാണാം നിങ്ങൾക്ക്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 75-ൻ്റെയും 78 ഡിഗ്രിയുടെയും ഇടയിലാണ് കേട്ടോ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇതിൻ്റെ മുകളിൽ നല്ല പഞ്ചാരിയും ഷുഗറൊക്കെ വന്നിട്ട്, പഞ്ചാരി എരിവുള്ളിപ്പ് ഉണ്ടെങ്കിൽ ഗോൾഡ് അതിപ്പോൾ മാറ്റി നമ്മൾ തന്നെ ശരിയാക്കി തന്നേനായിരുന്നു. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോകണം എന്താണെന്നറിയോ? ഓവനിലിട്ടിട്ടാണ് വേവിക്കണേ. സ്റ്റീം ബേക്ക് ചെയ്യാൻ പോവാണ്. 2 പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. ഒന്ന്, സമയമില്ല, ഇനി ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം. 2, നല്ല സൂപ്പറായിട്ട് ടെൻഡറായിട്ട് സ്റ്റീമിൻ്റെ ഒപ്പം വെന്ത് കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രേ അങ്ങനെ എടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു വയർ മെഷ് വയ്ക്കുക, എന്നിട്ട് തിളച്ച വെള്ളം അങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഓവൻ്റെ ഉള്ളിൽ വെക്കണ നേരത്തെ ഇത് തട്ടിപ്പോണം. കാലൊക്കെ പൊള്ളി 4 ഔട്ടാ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. നിങ്ങൾക്ക് ബുച്ചർ പേപ്പർ ഉണ്ടെങ്കിൽ ബുച്ചർ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. അലുമിനിയം ഫോയിൽ എവിടെയാ? ഗോൾഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാക്കി തന്നെയായിരുന്നു. ഓക്കെ, ഇതുപോലെ കവർ ചെയ്യുക. ഇനി എന്താ ചെയ്യണമെന്നറിയോ? ഓവൻ്റെ അകത്ത് വയ്ക്കണ സീൻ കാണിക്കണില്ല കേട്ടാ. നീ ഈ ക്യാമറയ്ക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനേക്കാൾ മുന്നേ എനിക്ക് പോവും വേണം. അപ്പോൾ ഓവൻ്റെ അകത്ത് ഞാൻ ഏതാണ്ട് ഒരു 150 to 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഏതാണ്ട് 2 to 2.5 hours, അതായത് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 95-ൻ്റെയും 100-ൻ്റെയും ഇടയിലേക്ക് എത്തിക്കണം. ഓക്കെ, ഏതാണ്ട് 2 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്യണില്ല, ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വിരിച്ചിടാൻ പോവുകയാണ്. ഒന്നിനുമല്ല, ഒരു 2 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ആവട്ടെ. സി ആഫ്റ്റർ സം ടൈം
നോക്കിയേ, ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പതുക്കെ 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 ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ ബ്രിസ്ക്കറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. താങ്ക് യു വെരി മച്ച്. എന്താ ആഫ്രോ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ അമേരിക്കാനോ റൊമാനിയാനോ അല്ലേ? അല്ല, എല്ലാവരും എനിക്ക് നോക്കണ്ടല്ലോ പുതപ്പ് മാറ്റാൻ. ഓക്കെ, ഗോൾഡ് ഇല്ലാത്ത തക്ക ഗോൾഡ് വന്നു ഞാൻ ഇല്ലെന്ന് വിചാരിച്ചു. ഗോൾഡ് ഇല്ലാത്ത തക്ക സമയത്ത് സോഫയിലിരുന്ന ഈ സാധനത്തിന് എന്താ പേര് പറയാ? ത്രോ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ത്രോ ചെയ്തു കിട്ടാ. ഓക്കെ, മണം ഉണ്ടോ നോക്കട്ടെ. മണല്ലേ? പസ്റാമ. ഓക്കെ, can you guys see this? Very nice. എല്ലാ ഫ്ലേവറും ഉണ്ട്. കക്കൂസ ചവിട്ടി നൈസ് അമോണിയൻ ഫ്ലേവേഴ്സ്. നമ്മുടെ ഓവ അത്ര പൊട്ടനൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് ഓവ നല്ല മണം. ഓ, വെരി നൈസ്. ജ്യൂസൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. ലെറ്റ്സ് സീ ദിസ്. കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്ന്. ഇനി ഒരു തമ്മിൽ ഫോട്ടോ എടുക്കണ്ട ഗോൾഡ് ഇവിടെ വന്നിട്ട്. ഓ, ഫാറ്റ് ഈസ് നൈസ്. ഓ, ഇവിടെ എത്തുന്നു വിചാരിക്കുക, പൊട്ടാണ്ടിരുന്നാൽ മതി. ഓക്കെ, ബ്യൂട്ടിഫുൾ ലുക്ക്. ബൈ ടെക്സ്ചർ ഈ സൈഡ് നല്ല സോഫ്റ്റാ, ഈ സൈഡ് കനം കുറവ് ശ്രദ്ധ കുറവൊക്കെ കാരണം കുറച്ച് ഹാർഡായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ബൈ ലുക്ക് ആൻഡ് ടെക്സ്ചർ വൈസ് ഒരു ഔട്ട് ഓഫ് 100-ൽ 60 മാർക്കിനുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ് വൺ. ഐ ഡോണ്ട് നോ, സംതിങ് വെൻറ്റ് റോങ്. ഒന്നാമത് ഇതിവിടെ വെച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇൻറ്റേർണല് പസ്റാമേ. ഓ, നമ്മൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടേ നമ്മളെ ചതിക്കില്ല നമ്മൾ തന്നെ അല്ലേ. ഓ വാ, ഇത് ഞാൻ പീസ് ഒന്ന് കാണിച്ചു തരാം ഉള്ളൂ. സോ ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്. കുറച്ചും കൂടി ജ്യൂസി ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ഡ്രൈ ആയിപ്പോയി. സാറേ, നമുക്ക് ഈ ആഴ്ച ഡ്രൈ ആഴ്ച. സോ ലുക്ക്. പക്ഷെ അതേ കണ്ട, ഈ ഭാഗം കണ്ട. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 ദിവസം ഇവൻ ഫ്രിഡ്ജിലിരുന്നു. ശരിക്കും ഒരു 5 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്ന് ഉപ്പിലിട്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, പിന്നെ ഇന്നത്തെ ടെമ്പറേച്ചർ കൺട്രോളും പരിപാടിയെല്ലാം കുറച്ച് പാളിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ ദ ടേസ്റ്റ്. ഫാറ്റുള്ള ഭാഗം നമുക്ക് സ്ലൈസ് ചെയ്യാം കേട്ടോ, റൂബൻ ഉണ്ടാക്കാനായിട്ട്. റൂബൻ, REUBEN, റൂബൻ. റൂബൻ എന്നുള്ള പേര് കിട്ടില്ലേ? ഡ്രൈവറാ? ആ, യാ, ഇവിടുത്തെ ഒരു ഫേമസ് പേരാ. സോ ഇത് നോക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്, പേടിക്കണ്ട. ഫസ്റ്റ് ഈ ഭാഗത്തൊക്കെ നല്ല ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്യൂറായിട്ടേ. അത് മാത്രമല്ല നല്ല കനം കുറഞ്ഞ പീസ്. കുറച്ചും കൂടി ഞാൻ ടെമ്പറേച്ചർ നോക്കണ്ടായിരുന്നു. പക്ഷെ അതേ ഈ ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ജെല്ലി പോലെ ആയിട്ടില്ല. പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒന്നാമത്തെ കാര്യം. ഇറ്റ്സ് നോട്ട് എ ഗുഡ് എക്സ്ക്യൂസ് ഫോർ മീ, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ബാഡ്. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ സാൻഡ്വിച്ച് ആക്കണം. സാൻഡ്വിച്ച് ആക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രഞ്ച് ലോഫ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ലോഫറിന് മകൻറ കണ്ട. ഓക്കെ, ഇതിന് ഞാനൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ വി ക്യാൻ മേക്ക് എ നൈസ് വൺ. ഓക്കെ, ഇവരിതിൽ 1000 ഐലൻഡ് സോസ് ചേർക്കും. ഞാൻ 1000 ഐലൻഡ് ചേർക്കണില്ല. അതിന് പകരം കുറച്ച് കാരമലൈസ്ഡ് അണിയൻ, വെറുതെ ഉള്ളി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വഴച്ചെടുക്കുന്ന പരിപാടിയാണ് കാരമലൈസ്ഡ് അണിയൻ. ഞാൻ അതിന് മുന്നേ ബർഗർ ഉണ്ടാക്കുമ്പോൾ കാട്ടിയിട്ടുണ്ട്. ഇന്ന് അഗെയിൻ നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് സമയം കിട്ടിയില്ല, അത് തന്നെ കാശ് കൊടുത്ത് മേടിച്ചു. എന്താ ചെയ്യേ? 3 ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാൻ പരിപാടി ഉണ്ടായിരുന്നില്ലടാ. ഇവള് എമർജൻസിയിൽ കോൾ ചെയ്ത കാരണം എന്താണ്ടായി വെച്ചാല് 22-ാം തീയതി വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ച സാധനാ പെട്ടെന്ന് ആ വെള്ളിയാഴ്ച പ്രസവമായി. അപ്പൊ ഈശ്വരാ, എനിക്ക് ശരിക്കും ഹോം മെയ്ഡ് കാരമലൈസ്ഡ് അണിയൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സമയമില്ലാത്ത കാരണം നിങ്ങൾ ഉണ്ടാക്കണം പ്ലീസ്.
മതിയായിരുന്നു. അല്ല അല്ലല്ല അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലത് കൊണ്ട് തന്നെ നല്ല അടിപൊളി സാധനം. പക്ഷെ ഇത് കണ്ടാ, ഇതിപ്പോൾ ഇത് നോക്കിയാ, ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ കാരണമല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയല്ലാന്ന്. ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുക. വാ, ഞാൻ ഈ പെർഫെക്ഷനിസ്റ്റ് ആയ കാരണ. ഇല്ലെങ്കിൽ ഇത് എനിക്കിത് അത്രയും മീറ്റ് വയ്ക്കണം റൂബനത്. ഇത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ല ഓർക്കാസം മാറിയിക്കണം. നിറച്ച് മീറ്റ്, ബ്യൂട്ടിഫുൾ. കാണില്ലേ കൂടെ ഞാൻ മിസ് എനിത്തിങ് ഹണി. സോസിൻ്റെ പേര് 1000 Island. ഓക്കെ, സോ പ്ലെൻറ്റി മീറ്റ്. ഇനി ഇവരുടെ റൊമാനിയൻസിൻ്റെ ഒക്കെ ഇവർ സമ്മർ വരുന്ന സമയത്ത് തണുപ്പ് കൺട്രി ആണല്ലോ. അപ്പോൾ തണുപ്പ് കൺട്രിയിൽ കാബേജ് ഉണ്ടാവുന്ന സമയത്ത് ഇവർ കാബേജ് പിക്കിൾ ചെയ്ത് വയ്ക്കും. അതിനെ പറയുന്ന പേരാണ് സോക്രോ. ഏത് നമ്മുടെ സോക്രോ അല്ല, സോർക്രോ. സോക്രോ നല്ല പ്രോബയോട്ടിക് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ പ്രോബയോട്ടിക്സ് ആകെ ലൈഫിൽ ഗുണമാണെന്ന് വിചാരിച്ചിട്ട് കുത്തിക്കയറ്റണ്ട. നമ്പർ 1 തിങ്, പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ മൊത്തമായിട്ട് നമ്മുടെ വൻകുടൽ വരെ എത്തില്ല. അതിനേക്കാൾ മുന്നേക്ക് ഇവൻ ചത്തുപോകും. 1. 2, പ്രോബയോട്ടിക്സ് നമ്മൾ 2 സ്പൂണിനേക്കാളും കൂടുതൽ കഴിച്ച് കഴിഞ്ഞാലും ഇവിടെ വയറ് ബ്ലോട്ട് ആവൂട്ടാ. അപ്പോൾ ബാക്ടീരിയ ഭയങ്കര ഗുണമാണെന്ന് പറഞ്ഞിട്ട് കുത്തിക്കയറ്റാൻ നിൽക്കണ്ട. ഒക്കെ കുറേശ്ശെ കേട്ടാൽ മതി. എന്തെങ്കിലും ഗുണം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുത്തിക്കയറ്റും അന്തമാതിരി ആൾ. ഞാൻ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ മറ്റേ അമോക്സിസിലിൻ. അതും കുത്തിക്കയറ്റാലോ, അസുഖം വരില്ല. എന്തിനീ മഞ്ഞപ്പൊടി തിന്നണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏത് ഞാൻ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ടാ? നല്ല ഗുണമുള്ള സാധനമല്ല അമോക്സിസിലിൻ. ഗുണം മാത്രമേ ഉള്ളൂ. ആൻറ്റിബയോട്ടിക്, ആൻറ്റി പ്രോപ്പർട്ടീസ്, ആൻറ്റിബോഡീസ്, ആൻറ്റിന്ന് കേട്ടോ നമുക്ക് അല്ലേ? മറ്റേതിപ്പോ കരിയില്ല. അതൊക്കെ എന്നെ കരിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് സീസണിങ് കൂടി ഉണ്ടാ മുകളിൽ. ഇത് കുറച്ച് മല്ലി, മിളക്, ഉപ്പൊക്കെ ഉള്ള ചെറിയൊരു ഇത് പണ്ട് കിരൺ ഇവിടെ വന്നപ്പോൾ ഉള്ള സാധനമായിരുന്നു. ഓക്കെ, look at that, double decker, beautiful, eat just like that. Gigantic. Look, then നമ്മുടെ റൂബൻ സാൻഡ്വിച്ച്, a big one, a nice one, a thick one. ഓക്കെ, ഇതിപ്പോൾ 4 ആൾക്ക് കഴിക്കാനുള്ള പോർഷൻ ഉണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ, നൈസ്ലി ഡൺ. മീറ്റ് ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. തനിയെ കഴിക്കുമ്പോൾ അത് പോരാ നമുക്ക് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫുഡ് തന്നെ പോരാന്ന് പറയണ്ട. അതെ, വേണ്ട. ഞാൻ ഇനി ഒരു സ്ലൈസ് മീറ്റ് കഴിച്ചു നോക്കട്ടെ. തലയുടെ ഫുള്ളില്ല, തല മോനെ പൊക്കിക്കൊണ്ടോണേ. ഓക്കെ, നല്ല ടേസ്റ്റ്, നല്ല ആ മാരിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ജെല്ലി ജ്യൂസി അങ്ങനെയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ വിൽ മേക്ക് വൺ മോർ ബെറ്റർ വൺ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ സാൻഡ്വിച്ച് കട്ട് ചെയ്യാൻ പോവാൻ കേട്ടാ. ഞാൻ ഒന്ന് സാൻഡ്വിച്ചിനെ പ്രസ് ചെയ്തു. ഓക്കെ, ആദ്യം സെൻറ്ററിൽ. So good. ബ്യൂട്ടിഫുൾ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗോൾഡ് ഫ്ലേവർ വൈസിൽ നമ്മളൊരു കോംപ്രമൈസിലെത്ത മനുഷ്യനാണ്. 4 അല്ല കേട്ടാ ഞാൻ, കാരണം 4 1 6 നമുക്ക്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അതെ ഒരു പീസ് ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതും കൂടെ ഞാൻ കഴിച്ചിട്ട് ഇവിടുന്ന് പോകണല്ലോ. സാൻഡ്വിച്ച് ആയപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കണ പോലില്ല. ഓ ലവ്ലി. Come on guys, you're hungry now. Come on. ഞാൻ ഇന്ന് രോഹിത്തും പോവിനും വന്നിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും മീറ്റ് മാത്രം കൊടുത്തിട്ട് ഇവരുടെ അഭിപ്രായം കേൾക്കാട്ടോ. ആ ഫുള്ള് ഇടുക, അപ്പോൾ ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരുള്ളൂ. നേരത്തെ കഴിച്ചപ്പോഴേ നേരത്തെ ഞാൻ മറ്റേ സൈഡ് തന്നെ ഇതൊരു സോഫ്റ്റാ, ജ്യൂസി അല്ല. ആ അങ്ങനെ നമ്മളിപ്പോൾ ബ്രിസ്ക്കറ്റ് കഴിക്കണ പോലത്തെ ഒരു
ജ്യൂസിനെസ് ഇല്ല. ഇല്ല. ഇതിൻ്റെ അഭിപ്രായം എന്താ? ഒരു ഇച്ചിരി ഡ്രൈയാ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് Taste ഉണ്ട്. അതിൽ ഒരു പീസ് എനിക്ക് സൈഡിൽ നിന്ന് എടുത്ത പീസിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി സാൻഡ്വിച്ച് ഓ Too big. ചുബിക്ക് അങ്ങനെ അടിച്ചോ. ഒന്ന് പ്രസ് ചെയ്യും ബർഗർ പോലെ. സായിട്ടിരിക്കണേ. പ്രസ്സായിട്ടിരിങ്ങനെ പ്രസ് ഏത് സൈഡിൽ നിന്ന് കടിക്കണം? ഞാൻ ഫുള്ളായി. നൈസ്, അടിപൊളി. ഒരെണ്ണം തിന്നു കഴിയുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാവും നോക്കിയൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ സാൻഡ്വിച്ച് നൈസാണോ? എന്താ തൊണ്ടേന്ന് ഇറങ്ങണില്ലേ? ആളിയാ പറയ്. കുഴപ്പമില്ല. എന്തുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാ. ശക്ഷിയാണ് അഭിരാമി. ശക്ഷിയാണ് അഭിരാമി. ആരാ അഭിരാമി? ഇതല്ലേ അഭിരാമി അല്ല, ലാഗില്ല. ശക്ഷിയാണ്. 7,500 കൊടുത്താൽ നഷ്ടമില്ല. പക്ഷെ ഇതിലുണ്ടല്ല, ഇതില്ലേട്ടാ ഞാൻ എന്താ പറയാവുന്ന മാറ്റർ ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോ ഒറ്റയ്ക്ക് കഴിച്ചാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ, വേറെ ടേസ്റ്റാ. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് സാൻഡ്വിച്ചിന് വേറെ ടേസ്റ്റാ. 7,500 7,500 നഷ്ടമില്ല. നഷ്ടല്ല. എന്തുകൊണ്ട്? കുറച്ചുകൂടി ഉള്ളിയാവാം. സംഭവം നന്നായിണ്ടാ, ടേസ്റ്റ് ഉണ്ടാ, ലാഗില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത്ര ഡ്രൈ ആവരുതേ അല്ലേ? ഡ്രൈ ഇച്ചിരി കൂടിപ്പോയി. ഡ്രൈ കൂടി പോയി. കമ്മങ്കോളുടെ നീ കൂടെ വന്നിട്ട് ഒന്ന് ഇതിനു മുന്നേ നമ്മളിവിടെ പലപ്പോഴും ഈ സ്മോക്ഡ് ഫുഡ് ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഒരൊറ്റ പീസ് നമുക്ക് തെറ്റി ഇറക്കാൻ പറ്റില്ല എനിക്ക്. ഇതിൽ ആക്ച്വലി സോസ് ഒന്നും ഒഴിക്കാത്ത നന്നായി. സോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് സോസിയാണ്. യു നീഡ് ടു ഫീൽ ദാറ്റ് സ്മോക്കിനെസ് ഓഫ് ഇറ്റ്, യു നോ. കം ഓൺ ഹണി, റൊമാനിയൻസ് ഓഫ് ദി ഡേ. ഹൗ ആർ യു ഫീലിംഗ്? ഫസ്റ്റ് ഓഫ് ഓൾ കം ക്ലോസർ. യു ഓക്കെ നോ? ഓക്കെ ആയി വരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാസരാമി എന്ന് പറഞ്ഞ സാധനം ശരിക്കും സാൻഡ്വിച്ച് മാത്രമായിട്ടാണ് ഉപയോഗിക്കുള്ളൂ, കഴിക്കുള്ളൂ? അല്ല, സ്ലൈസ് ചെയ്തിട്ട് തന്നെ അങ്ങനെ കഴിക്കും, റോസ്റ്റ് പോലെ ആക്കിയിട്ട് കഴിക്കും. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ സാപ്പിടുന്നു. ഓക്കെ, അപ്പോൾ അടിപൊളി. ഞങ്ങൾക്ക് 2 ആഴ്ച നല്ല തിക്കും തിരക്കായി പോയി. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. ഒന്നും പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. അപ്പോൾ നമുക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ഇതുപോലെ ഇതിൻ്റെ ഔട്ട്കം വന്നത്. ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു, പക്ഷേ കൺസിസ്റ്റൻസി വൈസ് നമ്മള് വേറെ കഴിക്കാത്ത തന്നെ അറിയാൻ പാടില്ല. എനിക്ക് രോഹിത് ഇറ്റലി പോയപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. റൊമേനിയ ഇല്ലത്ത് ചെറുപ്പം തൊട്ട് ഇതായിരുന്നു. ഇല്ലത്ത് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ ഇല്ലാന്ന് ഒന്നും ഇല്ലാത്തൊരു ഇല്ലായിരുന്നു പിന്നെ, അതുകൊണ്ട് അതിന് പേരിട്ടത് ഇല്ലാന്നായിരുന്നു. അങ്ങനെയാണ് ഇല്ല തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ഉണ്ട്. നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. നമുക്ക് ഒപ്പം പിടിക്കാൻ പറ്റില്ല. സംഗതിയൊക്കെ കയറി വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് പക്ഷേ ചേട്ടൻ ആദ്യം എടുത്ത ആ പീസില് ആ മാരിനേഷൻ സാധനം കൂട്ടിയിട്ടുള്ള സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടം. നല്ല സ്പൈസിയും. ഞാൻ പ്രതീക്ഷിച്ച ഒറ്റയ്ക്ക് കഴിക്കാൻ മാത്രമേ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് പണ്ടരും ഇഷ്ടപ്പെട്ടാ? ഒറ്റയ്ക്ക് നല്ല. എന്നാ പിന്നെ സാൻഡ്വിച്ച്